ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹോളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ, അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കവറിലുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബാഗാണ്. കഴിഞ്ഞ വർഷം ഞാനൊരു റെഡ് കളർ ബാഗ് എന്താണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു ബ്ലാക്ക് കളർ ബാഗ് എടുത്തു. ഇത് കിറ്റക്സിൻ്റെ ബാഗാണ്. ഇതിനെന്തോ 700 റുപ്പീസ് എന്തോ ആയിട്ടുള്ളത്. നല്ല ബാഗാണ് കേട്ടോ. ഞാൻ അവിടെ വെച്ച് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. സിബിനൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ബാഗാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബുക്ക് കവറാണ്. എല്ലാ വർഷവും ഞാൻ ഇങ്ങനത്തെ ചട്ടയാണ് വാങ്ങിക്കാറുള്ളത്. ഇതിനെന്തോ ഒരെണ്ണത്തിന് 30 റുപ്പീസ് എന്തോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. രണ്ടും വേറെ കളറാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന് വേറെ, നോട്ട് ബുക്കിന് വേറെ, അങ്ങനെ വേറെ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, സോ അപ്പോൾ അതും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ നെക്സ്റ്റ് എടുത്തിട്ടുണ്ടായത് ഈ നെയിം സ്ലിപ്പാണ്. ഈ നെയിം സ്ലിപ്പിന് ഈ 2 എണ്ണം ഞാൻ പ്ലെയിനാണ് എല്ലാ വർഷം എടുക്കാറ്. അപ്പോൾ ഈ പ്രാവശ്യം പ്ലെയിൻ തന്നെ എടുത്തു. പിന്നെ ഞാൻ ഈ ഒരു പേനയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പേന എന്തായാലും നമ്മൾ അത്യാവശ്യമുള്ള സംഭവമാണ്. പേനയ്ക്ക് എന്തോ 100 രൂപ എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു പേന എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ എടുത്തിട്ടുണ്ടായത് ഈ ലെക്സിൻ്റെ ഒരു 2 പെട്ടി പേനയാണ്. ഒരെണ്ണത്തിൽ 10 എണ്ണം എന്തോ ഉണ്ട്. ഒരെണ്ണത്തിന് 80 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സോ ഇങ്ങനത്തെ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെന്തോ 80 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിന് 10 പേനയുണ്ട് ഒരെണ്ണത്തിൽ. അപ്പോൾ മൊത്തം 20 പേന ഉണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായത് ഒരു അപ്സറയുടെ പെൻസിലാണ്. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു ഇറേസറും ഷാർപ്നറും ഫ്രീ ആയിട്ട് കിട്ടുന്ന കാരണം കൊണ്ടാണ് ഇത് എടുത്തത്. പിന്നെ നമുക്കങ്ങനെ പെൻസിലിൻ്റെ യൂസൊന്നും വരാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പെട്ടി മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ പേനയാണല്ലോ ഏറ്റവും അത്യാവശ്യം, പെൻസിൽ നമുക്ക് അധികം അത്യാവശ്യം വരാറില്ല, അതുകൊണ്ട് ഒരു പെട്ടി എടുത്തുള്ളൂ. പിന്നെ ഈ റബ്ബറും കട്ടറും ഒക്കെ ഇതിൽ തന്നെ കിട്ടുന്ന കാരണം ഞാൻ എക്സ്ട്രാ വേറെ റബ്ബറും കട്ടറൊന്നും വാങ്ങിച്ചില്ല. നല്ലൊരു പെൻസിലാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്സറയുടെ പെൻസിലാണ് എല്ലാ വർഷവും ഞാൻ യൂസ് ആക്കാറ്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായത് ഹൈലൈറ്ററാണ്. ഹൈലൈറ്റർ ക്യാമലിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. ഇതിന് 33 റുപ്പീസ് എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ലൊരു ഗ്രീൻ കളറാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഞാൻ കഴിഞ്ഞ വർഷം മറ്റൊരു യെല്ലോയും ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ള എന്തോ ഒരു കളറില്ലേ, അങ്ങനത്തെ ഒരു കളറായിരുന്നു യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റിക്കി നോട്ടാണ്. ഈ സ്റ്റിക്കി നോട്ടിന് 45 റുപ്പീസ് എന്തോ ആയിട്ടുണ്ടായുള്ളൂ. അതും ഗ്രീൻ കളറാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഇത് കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായത് ഒരു പോക്കറ്റ് ടിഷ്യൂ ആണ്. ഇത് കണ്ടപ്പോൾ എടുത്തതാണ്, അവിടെ ഇരിക്കണ്ടായിരുന്നപ്പോൾ കണ്ടപ്പോൾ എടുത്തതാണ്. ഇതിനെന്തോ 15 റുപ്പീസോ 70 റുപ്പീസോ അങ്ങനെ എന്തോ അത്ര ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനൊരു കുടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ എല്ലാ വർഷവും ഒരു ബ്ലാക്ക് കളർ കുടയാണ് യൂസ് ആക്കാണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാനൊരു വെറൈറ്റിക്ക് ഈ ഒരു കളറ് കുടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു കുടയാണ് കേട്ടോ, ഷോപ്പിൽ വെച്ച് തന്നെ നോക്കിയതാണ്, നല്ലൊരു കുടയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഞെക്കാം. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്. ഇനി എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂൾ ഷോപ്പിംഗ്, ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എവിടം വരെ എത്തിയെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബായ്.